എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്. ആദ്യം നമ്മൾ ഈ ശ്രീധരൻ സാറിനോട് നന്ദി പറയാം. അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ, ഈ ട്രെയിൻ ആ വഴി പോവില്ല. ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോൾ പറഞ്ഞോളാം. ഞാൻ വിചാരിച്ചിപ്പ പറയാം. സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ? ആണോ? പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു. അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവ തന്നെ പുറപ്പെടുന്നു. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ. പല ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. എന്തു പറ്റി? ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട നോവൽ കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പുരുഷൻ. അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും. അതെന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സലോമിക്കറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പുലർച്ചെ 3 മണി വരെ പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും വരില്ല. എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? സലോമിക്ക് എൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സെൻ്റെ കൺട്രോളിലല്ല. വളച്ചൊടിക്കാതെ കാര്യം പറയാം. സലോമി എൻ്റെ പ്രശ്നം. സലോമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. സലോമി പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കറിയില്ല, സലോമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാൽ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ? പ്രകാശ് എന്നല്ല, ആകാശ്. ആകാശ്. സോറി. നോ പ്രോബ്ലം.